പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ മെയിൻ റോഡിനോട് വളരെ അടുത്ത് ചേർന്ന് കിടക്കുന്ന 4.25 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ പണിത വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. വിശാലമായ കാർ പാർക്കിങ്ങും 2 ഗേറ്റുകളും ഈ വീടിന് നൽകിയിട്ടുണ്ട്. വാം ലൈറ്റുകളോട് കൂടിയിട്ടാണ് വീടിനെ വെൽക്കം ചെയ്യാനായിട്ട് എൻട്രൻസ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. കൂടെ 3 സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട്. ടീക്വുഡിന്റെ ഡബിൾ ഡോറും ഡബിൾ വിൻഡോയും ഈ വീടിന് നൽകിയിരിക്കുന്നു. ഫ്ലോറൽ ഡിസൈനിലുള്ള ഈ ഗ്ലാസ് ഡോറിന്റെ ഭംഗി ഒന്ന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഈ വീട് നമുക്ക് സമ്മാനിക്കുന്നത്. വീടിന്റെ ഫ്ലോറിങ്ങും റൂഫും പെയിന്റിങ്ങും എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫീൽ ഗുഡ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ലിവിംഗ് ഏരിയയ്ക്ക് ശേഷമുള്ള ഡൈനിങ് ആണിത്. നല്ല രീതിയിൽ സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഡൈനിങ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ ഒരു കോർണറിലായിട്ട് വാഷ് ഏരിയ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്ന ഹ്യൂജ് ഷെൽഫ് സ്പേസ് നൽകിയിരിക്കുന്നത്. അതും ഒട്ടും ഡൈനിങ് സ്പേസിനെ കൺസ്യൂം ചെയ്യാതെ വാളിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കാണുന്നതാണ് ലിവിങ്ങിനും ഡൈനിങ്ങിനും ഇടയിലുള്ള ഡിവൈഡിംഗ് വാൾ. ഇതും വളരെ മനോഹരമായി തന്നെ സ്റ്റോറേജ് യൂണിറ്റോട് കൂടി ലേഔട്ട് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിനും മറ്റു മുറികൾക്കെല്ലാം ഉള്ളതുപോലെ തന്നെയാണ് വിൻഡോസ് നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി പോകുന്നത്. അത്യാവശ്യം നല്ല ഏരിയ വരുന്ന 10x10 സൈസിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വാളിലും 2 കളേഴ്സാണ് നൽകിയിരിക്കുന്നത്. ഈ റൂമിന്റെ റൂഫ് സ്പേസിലും സ്റ്റോറേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. കൂടാതെ കോർണർ ഷെൽഫുകളും ഈ റൂമിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നു. നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുള്ള ഈ റൂമിന് അറ്റാച്ച്ഡ് വാഷ്റൂമും നൽകിയിരിക്കുന്നു. താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇനി കാണുന്നത്. നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന വിൻഡോസ് റൂംസിന്റെ 2 വാളിലും നൽകിയിരിക്കുന്നു. ഡബിൾ കളറിലാണ് ഈ റൂം ഭംഗിയാക്കിയിരിക്കുന്നത്. കളർഫുൾ ആയിട്ടുള്ള ഒരു വാഷ്റൂമും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ കിച്ചൺ ആണെങ്കിൽ അടിപൊളി ഡിസൈനിലും കളറിലുമാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റിന്റെ കൗണ്ടർ ടോപ്പോട് കൂടി സെറ്റ് ചെയ്ത കിച്ചൺ ആണ് ഈ കാണുന്നത്. ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റുകളും കിച്ചണിൽ നൽകിയിരിക്കുന്നു. കിച്ചൺ കഴിഞ്ഞുള്ള ചെറിയ വർക്ക് ഏരിയയ്ക്ക് ശേഷമാണ് പുറത്തേക്കുള്ള എക്സിറ്റ് ഡോർ വരുന്നത്. ഇതുവഴി കടക്കുമ്പോൾ വീടിന്റെ ബാക്ക് സൈഡിലുള്ള വാഷ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെറിയ രീതിയിൽ ഒരു പാസേജ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നത്. കൂടാതെ ബോർവെൽ സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. സ്റ്റീൽ ഹാൻഡ് റെയിലോട് കൂടിയ സ്റ്റെയർ കേസ് ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് കടക്കുന്നത്. നല്ലൊരു വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. മുകളിലത്തെ നിലയിലെ ബെഡ്റൂമാണിത്. വളരെ ലൈറ്റ് തീമിലാണ് ഈ മുറിയും പെയിന്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ മുറികളിലെയും പോലെ തന്നെ ഇവിടെയും 2 സൈഡിലായിട്ട് വിൻഡോസും ഷെൽഫുകളും അറ്റാച്ച്ഡ് വാഷ്റൂമും നൽകിയിരിക്കുന്നു. ബെഡ്റൂമിന് ശേഷമുള്ള ഒരു ചെറിയ സ്പേസ് ആണിത്. ഇവിടുത്തെ രണ്ടാമത്തെ ഓപ്പൺ ടെറസിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
നല്ല സ്പേസ് കൊടുത്തുകൊണ്ടുള്ള ഈ ഏരിയയിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെപ്സും നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.